ബിന്ദു, ഇന്നലെ മുതൽ ചില അഭ്യൂഹങ്ങൾ, പ്രചാരണങ്ങൾ ഓൺലൈൻ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒരു KSU നേതാവ് ഒരു പോസ്റ്റും ഇട്ടു. ഇപ്പോൾ മന്ത്രി പറയുന്നത് എനിക്ക് പ്രണയം മാത്രമാണുള്ളത്, എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ആരും ഇടപെടേണ്ട, 112ലേക്ക് വട്ടുള്ളവർക്ക് ആർക്കും വിളിക്കാമല്ലോ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വാളകത്തെ വീട്ടിൽ എന്താണ് നടന്നത്? താങ്കൾ ശ്രീലേഖയുടെ സഹായം തേടിയെന്ന് പറയുന്നു. ശ്രീലേഖ ആരാണെന്ന് മന്ത്രി ചോദിക്കുന്നു. BJPയുടെ നേതാവല്ലേ, മേയറാകാത്തതിന്റെ പ്രശ്നമല്ലേ, രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് പറയുന്നത്. താങ്കൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പം മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീലേഖയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലൊരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയല്ല ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ. ഈ മെനഞ്ഞാം ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു. ശനിയാഴ്ച ശരിക്കും ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ആരോട് അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോണ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. പോലീസിനെ വിളിച്ചോ? എന്തായിരുന്നു? ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്. നിങ്ങളിപ്പോൾ കണ്ടത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കേട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെയോ ആരുടെയും സംഭാഷണമല്ല. ഈ പറയുന്ന അഭിസാരകനായിട്ടുള്ള 5000 കാമുകിമാരുണ്ടാകുമെന്ന് പറയുന്ന ഒരു ജാള്യതയും ഒരു മാന്യതയും കൽപ്പിക്കാത്ത ഈ പറയുന്ന ഗണേഷ് കുമാറിൻ്റെ നിലവിൽ ഭാര്യയായിട്ടുള്ള ഈ നിമിഷം വരെ ബന്ധം വേർപ്പെടുത്താത്ത 2014 മുതൽ ഗണേശൻ്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്, സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്, വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അല്ലേ? എത്രമാത്രം എന്ന് ചോദിച്ചാൽ, ഇത് എവിടെ തുടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, യാമിനി തെങ്കച്ചി എന്തുകൊണ്ട് ഇറങ്ങിപ്പോയോ അത് അങ്ങനെ തന്നെ ബിന്ദു മേനോനെ ജീവിതത്തിലേക്ക് കൂട്ടിയപ്പോഴും ആ ബന്ധങ്ങളൊക്കെ അതുപോലെ തന്നെ തുടരുകയായിരുന്നു. കാലം ഒന്നിനും കണക്ക് പറയിക്കാതെ അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് അല്ലേ? കാലം ഒന്നിനും കണക്ക് പറയാതെ അവസാനിപ്പിക്കില്ല. മഹാനായ ഒരു വ്യക്തിയെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ അധിക്ഷേപിക്കാൻ വേണ്ടി, അയാളെ പരിഹസിക്കാൻ വേണ്ടി, അയാളെ ആക്ഷേപിക്കാൻ വേണ്ടി, അയാളെ വെട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇവൻ അന്നിറക്കിയ ഇവൻ്റെ തുറുപ്പ് ചീട്ട് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഇവൻ്റെ കാമുകി തന്നെയായിരുന്നു സരിത എസ് നായർ. കാമുകിക്കപ്പുറം ഇവൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയവളായിരുന്നു അല്ലേ? ആ കുഞ്ഞിന് ജന്മം നൽകിയ കാമുകിയെ ഇവൻ തൂക്കി വിറ്റു. പച്ചമാസം കട്ട് ചെയ്ത് വിൽക്കും പോലെ ഇവൻ തൂക്കി വിറ്റു.
അങ്ങനെ വിറ്റിട്ടാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ തൻ്റെ കാമുകിയെ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ കാമുകിയെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴും കാമുകിയെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണ് ഈ പറയുന്ന യാമിനി തങ്കച്ചിയെ ഞാൻ ഡിവോഴ്സ് ചെയ്യും, ബന്ധം വേർപ്പെടുത്തും, അത് കഴിഞ്ഞ് നിന്നെയാണ് എന്താക്കാൻ പോകുന്നത്, വിവാഹം ചെയ്യാൻ പോകുന്നത്. അവിടെയും കാമുകിയെ വിറ്റു എന്ന് മാത്രമല്ല, കാമുകിയോട് ചതി കൂടിയായിരുന്നു. എങ്ങനെ ചതിക്കുകയായിരുന്നു. കാമുകിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ ഈ വാഗ്ദാനം നൽകുമ്പോഴും ഇവൻ്റെ മനസ്സിലൊന്നുണ്ടായിരുന്നു, കാമുകിയെ പിടിച്ച് അകത്തിടും, ആ സമയത്ത് മറ്റൊരു വിവാഹം കഴിക്കും. അങ്ങനെയാണല്ലോ സരിത എസ് നായർ ജയിലിൽ കിടക്കുമ്പോൾ 2014 ഈ ബിന്ദു മേനോനെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ബിന്ദു മേനോൻ എന്ന് കയറി തുടങ്ങിയോ, എന്ന് ഗണേശൻ്റെ കൂടെ താമസിച്ചു തുടങ്ങിയോ, ഗണേശൻ്റെ ഭാര്യയായോ, അന്ന് മുതൽ യാമിനി തങ്കച്ചി സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ ഈ പറയുന്ന ബിന്ദു മേനോനും കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അല്ലേ? അവർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. ഇവിടെ ഇവന് കാമുകിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? ഇവനിക്ക് 5000 അല്ല 10000 അല്ല ലക്ഷക്കണക്കിന് കാമുകിമാരുണ്ടെങ്കിലും നീ ഒരു അന്തസ്സില്ലാത്ത നെറികേട് മാത്രം കൈവശമായിട്ടുള്ള ഒരു 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 അഭിസാരകൻ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു മ്ലേച്ഛൻ, ആ മ്ലേച്ഛനാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. ആ ഗണേശൻ നമ്മുടെ ചോദ്യം ഇവിടെ എന്താണ്? നീ 5000 10000 എത്ര കാമുകിമാരുണ്ടായിക്കോ, നിന്റെ ജീവിതത്തിലേക്കൊന്നും ആരും വരുന്നില്ല. പക്ഷേ നീ നക്കുന്നത് നികുതി പണമാണെങ്കിൽ നിന്നെ ചോദ്യം ചെയ്തിരിക്കും. കാരണം അങ്ങനെ പൊതുജനത്തിൻ്റെ നികുതി പണം നക്കാനുള്ള ധാർമ്മികത നിനക്കില്ല. അത് തന്നെയാണ്. പിന്നെ ഇവനെ പോലെയുള്ള ഒരു അഭിസാരകരെ നമ്മളെന്തിനു ചുമക്കണം? കേരളത്തിൻ്റെ പൊതുസമൂഹം എന്തിനു ചുമക്കണം? അതിൻ്റെ ആവശ്യമില്ല. അവന് കാമുകിമാരോ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. അത് പക്ഷേ അവനെ ചുമക്കേണ്ട ബാധ്യത അവനിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ കിടക്കാൻ വരുന്ന ആളുകൾക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇവനെ ചുമക്കേണ്ട ഒരു ബാധ്യതയും നമുക്കാർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ ഇപ്പോൾ ഈ ശനിയാഴ്ച വാളകത്തെ ഈ പറയുന്ന കീഴൂട്ട് വീട്ടിൽ ബിന്ദു മേനോൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യം, അത് ബിന്ദു മേനോൻ കാണാൻ വൈകി എന്നുള്ളതേ ഉള്ളൂ. ഇത് കണ്ട് മടുത്തിട്ടാണ് അവസാനം യാമിനി തങ്കച്ചി ഇറങ്ങിപ്പോയത്. അല്ലേ? യാമിനി തങ്കച്ചി ഇറങ്ങിപ്പോയത് ഇത് കണ്ട് മടുത്തിട്ട്, മനസ്സ് മടുത്തിട്ട് സഹിക്കവയ്യാതെ ഇറങ്ങിപ്പോയതാണ്. അവസാനം വളർന്ന് വലുതാവുന്ന തൻ്റെ മക്കൾ കൂടി ഇവരുടെ അവിഹിതങ്ങൾ കണ്ട് വളരേണ്ടി വരുമോ എന്നുള്ള ഭയത്താൽ ആ മക്കളുടെ കൈപിടിച്ചിറങ്ങിയതാണ് ആര്? യാമിനി തങ്കച്ചി. അപ്പോൾ അന്നിവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തൻ്റെ കുടുംബജീവിതം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്ന്. ഇവൻ്റെ കുടുംബജീവിതം തകർത്തത് ഈ പരനാറിയല്ലാതെ, ഇവനല്ലാതെ മറ്റാരുമല്ല ഇവൻ്റെ കുടുംബം തകർത്തത്. ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുന്ന മനുഷ്യൻ, അയാൾ കരുണയും ദയയും മനുഷ്യത്വവും ഒക്കെ ഉള്ളവനായതുകൊണ്ട് അയാൾ ആ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനപ്പുറത്തേക്ക് ഇവൻ്റെ അവിഹിതങ്ങൾ, ഇവൻ്റെ വഴിവിട്ട ജീവിതങ്ങൾ, ഇവൻ്റെ വേശ്യകളോടൊപ്പമുള്ള ഇവൻ്റെ ജീവിതം, ഹോട്ടൽ മുറികളിലും റിസോർട്ടുകളിലുമൊക്കെയുള്ള അഴിഞ്ഞാടിക്കൊണ്ടുള്ള ഇവൻ്റെ ജീവിതം, ആ ജീവിതം കാരണമാണ് ഇവൻ്റെ കുടുംബജീവിതം തകർന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചല്ലോ, ഉമ്മൻചാണ്ടി മരിച്ചിട്ട് നാളുകളായല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ബിന്ദു മേനോൻ്റെ കുടുംബജീവിതം തകർത്തതും ആരാ? ഉമ്മൻചാണ്ടിയാണോ? വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അങ്ങനെ പറയുമായിരിക്കും. കാരണം അങ്ങും ഡൽഹിയിലെ മോഡി എന്തിനും ഏതിനും നെഹ്റുവിൻ്റെ തലയിൽ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കുന്നത് പോലെ കേരളത്തിലെ മുണ്ടെടുത്ത മോഡി എന്തിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഉമ്മൻചാണ്ടിയെയാണ് പറയാറുള്ളത്. അതുപോലെ ഇപ്പോൾ വേണമെങ്കിൽ ഈ അഭിസാരകൻ്റെ ഈ തോന്നിവാസിയുടെ ജീവിതത്തിന് ഉത്തരവാദിയും ബി ഉമ്മൻചാണ്ടിയുടെ തലയിൽ കെട്ടിവെക്കുമായിരിക്കും. ഇവിടെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്ന വാളകത്തെ വീട്ടിൽ ശനിയാഴ്ച നടന്നിരിക്കുന്ന സംഭവം എന്താ? ഈ പറയുന്ന ബിന്ദു മേനോൻ കയറി വരുന്നു, ഗണേഷ് കുമാരൻ മറ്റൊരു വേശ്യാസ്ത്രീയുമായിട്ട് അവിഹിത ബന്ധം പുലർത്തുന്നതാണ്, കാഴ്ചയാണ് ലൈവായിട്ട് ഈ പറയുന്ന ബ്ലൂ ഫിലിം കാണുന്ന ഒരു പ്രതീതിയാണ് ആർക്കുണ്ടായത്? ബിന്ദു മേനോനുണ്ടായത്. അല്ലേ? ലൈവായിട്ട് ബ്ലൂ ഫിലിം കാണുന്ന ഒരു പ്രതീതി. അപ്പോൾ അത് കണ്ട ബിന്ദു മേനോൻ
തനിക്ക് തെളിവിന് വേണ്ടി ചില ചിത്രങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത് കണ്ട ഗണേഷ് കുമാരൻ ഈ പറയുന്ന കൊണേശൻ ബിന്ദു മേനോനെ മർദ്ദിക്കാൻ തുടങ്ങി, മൊബൈൽ പിടിച്ചു വാങ്ങാൻ തുടങ്ങി. ഇത് സ്റ്റാഫിനെ വിളിച്ചു വരുത്തി അവരെ കൊണ്ടും മർദ്ദിച്ച് മൊബൈൽ കൈക്കലാക്കാൻ നോക്കി, വീട്ടിൽ അടച്ചിടാൻ ശ്രമിച്ചു. എന്നിട്ടാണ് ഈ പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഒരാൾ പോലീസിനെ വിവരമറിയിച്ച് സഹായം തേടിക്കഴിഞ്ഞാൽ ഇനി പരാതി വേറെ വേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ചോദിക്കുന്നത് പരാതിയില്ലല്ലോ എന്നാ. എന്താ പരാതി വേണ്ടത്? ഇവിടെ പരാതിയോ പരാതി ഇല്ലയോ ഉണ്ടയോ എന്നുള്ള വിഷയം. ഇവിടെ ഗണേശനെതിരെ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ, ഗണേശൻ്റെ തോന്നിവാസങ്ങളെക്കുറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ആരാ? ഗണേശൻ്റെ ഭാര്യ തന്നെയാണ്, അല്ലേ? ഇവിടെയാണ് ഈ അവൾക്കൊപ്പം എന്ന് പിണറായി വിജയൻ പറയുന്നതിൻ്റെ പൊരുൾ നമ്മൾ അന്വേഷിക്കുന്നത്. ആർക്കൊപ്പമാണ്? ഗണേശൻ്റെ കൂടെ കിടന്നുകൊടുത്ത വേശ്യക്കൊപ്പമാണോ? അതോ ഗണേശൻ മർദ്ദിച്ച, ഗണേശൻ വ്യഭിചാരിക്കുന്നത്, ഗണേശൻ്റെ അവിഹിതം നേത്രങ്ങൾ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട ഈ പറയുന്ന ബിന്ദു മേനോനൊപ്പമാണോ ഈ വിജയനും സംഘവും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒരു 2 കൺസേൺ മാത്രമേ ഉള്ളൂ. അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ഇതിൽ ആർക്കൊപ്പമാണ് പിണറായി വിജയനും സംഘവും? രണ്ടാമത്തെ കൺസേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യഭിചാരം നടത്തുന്ന അഭിസാരകനെ, ഈ തോന്നിവാസിയെ ജനം എന്തിന് ചുമക്കുന്നു? 2 ചോദ്യങ്ങൾ. ഇതിനുള്ള മറുപടി കിട്ടിയാൽ മതി. ഏതെങ്കിലും ഒരു പരാതിയല്ല, വിത്ത് എവിഡൻസ് അടക്കം, ഇവൻ നടത്തുന്ന വ്യഭിചാരത്തിൻ്റെ തെളിവുകളടക്കം പോലീസിനെ വിളിച്ച് പരാതിപ്പെട്ടിട്ടും, ആര്? സ്വന്തം ഭാര്യ പോലീസിനെ വിളിച്ച് പരാതിപ്പെട്ടിട്ടും അതിനെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ, ഇത്രയും കാലമുണ്ടായ നടപടിയും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൻ കാണിച്ച തിടുക്കവും, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുമ്പോൾ, ഇമെയിലിലൂടെ പരാതി വരുമ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി പോലും പരിശോധിക്കാൻ തയ്യാറാവാതെ അത് മൂടി വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്തതിൻ്റെ ആത്മാർത്ഥതയും നമ്മൾ ചോദ്യം ചെയ്യും, അല്ലേ? ഇത്തരക്കാരെ നമ്മൾ സാധാരണ വിളിക്കും എന്താണ്? മാമാ പണിയെടുക്കുന്നവൻ, കൂട്ടിക്കൊടുപ്പുകാരൻ, അല്ലേ? അതല്ലേ? കൃത്യമല്ലേ? വ്യക്തമല്ലേ? ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നതിൽ ഇനി എന്താണ് നമുക്ക് തെളിവ് വേണ്ടത്? എന്തെങ്കിലും തെളിവ് വേണോ? ഇവിടെ നടന്നിരിക്കുന്നത് ഒരു സ്ത്രീക്കെതിരെയുള്ള വലിയ ഒരു കുറ്റകൃത്യമാണ്. ആ സ്ത്രീയെ ആക്രമിക്കുന്നു, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമമാണ് നടന്നിരിക്കുന്നത്. സ്വന്തം ഭാര്യയാണ്, അവരെ മോശമായി പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും ഈ പറയുന്ന കൊണേശനെതിരെ പിണറായി വിജയൻ എന്ന് പറയുന്ന തൈക്കണ്ടി വിജയൻ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കേരളം ഉറ്റുനോക്കുകയാണ്. ഇതിന് മറുപടി പറയേണ്ട ബാധ്യത ആർക്കുണ്ട്? പിണറായി വിജയനുണ്ട്. പിണറായി വിജയന് ആ ബാധ്യതയുണ്ട്. ഇല്ലെന്ന് പറയാൻ പിണറായി വിജയന് സാധിക്കില്ല. എങ്ങനെ സാധിക്കും? സ്ത്രീകൾക്കൊപ്പമാണെങ്കിൽ, സ്ത്രീപക്ഷമാണെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കുറേയധികം കൊണകളടിക്കുന്ന കുറേ അഭിസാരികമാരെ ഇപ്പോൾ എവിടെയും കാണാനില്ല. എന്താ കാണാത്തത്? കാരണം എന്താ? ഗണേശൻ ഈ പറയുന്ന രാജാവിൻ്റെ അടിമയാ. ആ അടിമ ചെയ്യുന്നതൊക്കെ നിങ്ങളങ്ങോട്ട് സഹിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ വീടുകളിൽ പോയി പറഞ്ഞാൽ മതി എന്ന് നമ്മൾ തിരിച്ചു പറയേണ്ടി വരും, അല്ലേ? അങ്ങനെയല്ലേ കാര്യങ്ങളുള്ളത്? ഇത്രയും വളരെ കൃത്യമായി തെളിവുകളടക്കം പോലീസിന് മുന്നിൽ പരാതി പറഞ്ഞിട്ട് 112 എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് അവർ പരാതി പറയുന്നത്. എസ് പി ഇടപെട്ട് അതിനെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു. പോലീസുകാർ അറിഞ്ഞിട്ടില്ലെന്ന് മട്ട് നടിക്കുന്നു, അല്ലേ? ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ എത്ര ഗുരുതരമായ വാർത്തകളാണ്. ഞാൻ ആലോചിക്കുന്നത് ഇവൻ്റെ ഒരു തൊലിക്കെട്ടിയാണെന്നേ. ഇവൻ വേശ്യകളോടൊപ്പം അഴിഞ്ഞാടി ജീവിച്ചിട്ട് ഇവൻ മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും നോക്കി നടക്കുകയായിരുന്നു. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ജീവിതം അത്രയും ഇതേ രീതിയിലാണ് ഇവൻ ജീവിച്ചിട്ടുള്ളത്, അല്ലേ? ഇവൻ്റെ തന്ത പറഞ്ഞ വാക്കുകളൊക്കെ ഇവന് തന്നെ എത്രത്തോളം അപമാനകരമാണ്. ജനിപ്പിച്ച തന്ത പറയാണ്, അല്ലേ? എനിക്കെൻ്റെ ഭാര്യയെ സംശയമില്ലാത്തത് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എന്നല്ലേ ഇവനെ ജനിപ്പിച്ച ഇവൻ്റെ തന്ത പറഞ്ഞത്, അല്ലേ? ഇവൻ്റെ തന്തക്കെതിരെ വരെ കളിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഇവൻ, അല്ലേ? ഇവൻ്റെ തന്തയെ പോലും പീഡിപ്പിച്ചവനാണ്. തന്തയുടെ അവസാന കാലഘട്ടം
ജയിൽ പുള്ളിയെ പോലെ വീട്ടിൻ്റെ റൂമിൽ അടച്ചിട്ടവനാണ്. അപ്പോൾ നമ്മുടെ കൺസേൺ ഇത്രയേ ഉള്ളൂ. ഇത്തരം ഒരു തെമ്മാടിയെ, ഒരു തോന്നിവാസിയെ, ഒരു സ്ത്രീകളെ ഇത്രയധികം യൂസ് ചെയ്യുകയും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയെ എന്തിന് പൊതുജനം സഹിക്കണം എന്നുള്ളതാണ്. മറുപടി പറയേണ്ടത് വിജയനാണ്, സാക്ഷാൽ തൈക്കണ്ടി വിജയൻ. വിജയം വ്യക്തമാക്കണം ആർക്കൊപ്പമാണ്. ഗണേശനൊപ്പം കടന്ന വേശ്യക്കൊപ്പമാണോ അതോ ഈ പറയുന്ന ഗണേശൻ്റെ വ്യഭിചാരം കണ്ടുപിടിച്ച ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോനോടൊപ്പമാണോ എന്നുള്ളത് ആര് വ്യക്തമാക്കണം? ഈ പറയുന്ന തൈക്കണ്ടി വിജയൻ വ്യക്തമാക്കേണ്ടതുണ്ട്.